മൺചട്ടിയുടെ പിറകെ പൂച്ച നടക്കുന്നത് പോലെ നിന്റെ പിറകെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. ഇതൊന്ന് ഓപ്പൺ ചെയ്യ. കഴിക്കാനുള്ള സാധനമാണെങ്കിൽ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് താ. ഒന്ന് വേഗം തുറക്ക് പാറു. ദേ, നീ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഇത് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു വാങ്ങി തുറക്കും. എനിക്ക് വന്ന പാഴ്സലല്ലേ, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ തുറക്കും. മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് പോയാലേ നീ ഇത് തുറക്കൂന്നാ നീ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് വെച്ചാ നിനക്ക് ഞങ്ങളിപ്പൊ ശല്യമാണെന്ന്. ശരി പാറു, ഇനി ഞങ്ങൾ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. വാ ആയിഷ, വാ ജെനിഫറെ. അയ്യോ നിക്ക് മീര, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ എനിക്ക് ശല്യാന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞാലും ഞങ്ങൾക്കൊരു തേങ്ങയുമില്ല. ഇതിനകത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഇപ്പൊ ഈ കണ്ടതൊക്കെ ചേച്ചിമാരുടെ ഒരു നമ്പർ അല്ലേ? ചേച്ചിമാരോ? നിങ്ങളോ? കണ്ടാലും പറയും. നീ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട, തുറക്ക്. പതിവ് പോലെ ലെറ്ററിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നീ വായിക്കുന്നോ അതോ ഞങ്ങൾ ആരെങ്കിലും വായിക്കണോ? ഞാൻ വായിച്ചോളാം. വായിക്ക് വായിക്ക്. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പാറുവിന്. സൂപ്പർ. അയാൾക്ക് എവിടുന്ന ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കിട്ടുന്നേ? വായിക്ക്. നിന്നെ ഓർക്കുമ്പോഴെല്ലാം എന്റെ ഉള്ളാകെ പടരുന്ന ഒരു വികാരമുണ്ട്. ആ വികാരത്തിന്റെ പേരറിയണമെങ്കിൽ ഈ എഴുത്തിന്റെ കൂടെയുള്ള എന്റെ പ്രണയ സമ്മാനം തുറന്നു നോക്കിയാ മതി. നിന്നെ ഓർക്കുമ്പോ അയാളുടെ ഉള്ളാകെ പടരുന്ന വികാരം ഇതാണല്ലേ? തുറക്ക്. മധുരപലഹാരങ്ങള്. ഇവളെ ഓർക്കുമ്പോ അയാളുടെ ഉള്ളിൽ പടരുന്ന വികാരം എന്താണെന്ന് പിടികിട്ടിയോ? മധുരം. പാറു, നീ അയാളുടെ മധുരക്കെട്ടിയാണെന്ന് അയാള് പറയുന്നത്. ഓടി. ആഹാ, ഇത്രയും മധുരമുണ്ടോ നിങ്ങളുടെ പ്രേമത്തിന്? എടുക്കല്ലേ, ഞാൻ തരാം. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ എന്നെ എടുത്ത് കഴിച്ചോളാം. എന്തൊരു ടേസ്റ്റാ. ഞാൻ ഒന്നുകൂടെ എടുക്കും. എനിക്ക് വേണം ഒരെണ്ണം. തീർക്കല്ലേ, എനിക്കും വേണം. നിനക്കുണ്ടല്ലോ ഒരെണ്ണം ബാക്കിയുണ്ട്, നീ അതെടുത്തോ. എനിക്കൊന്നേ കിട്ടിയുള്ളൂ. എനിക്ക് വേണം ഒരെണ്ണം. ഞാൻ തരില്ല. എന്താ ഇവിടെ? എന്താ പാർവതി? മീര, എന്താ ഇത്? അത് മാഡം, പാറു മാഡത്തിന് വേണ്ടി മധുരപലഹാരം വാങ്ങിയതാ. മധുരപലഹാരം? അതെ. ഇതാണോ? നോക്കട്ടെ. ശുദ്ധമായ നെയ്യിൽ ഉണ്ടാക്കിയതാ. മധുരം ഒരു പൊടിക്ക് കൂടുതലായതുകൊണ്ടാവും ഇത്ര രുചി. ഇതെവിടുന്ന പാർവതി? അത് മാഡം അവിടുന്ന് വാങ്ങിയതാ മാഡം. വാങ്ങിയതോ? എവിടുന്ന്? ബേക്കറിന്ന്. ഈ ടൗണിൽ ഇത്രയും നല്ല മധുരപലഹാരം കിട്ടുന്ന ബേക്കറിയോ? ഉണ്ട് മാഡം, ഗന്ധർവ ബേക്കറി അല്ലേ പാറു? പറ പാർവതി, എവിടെയാ ഈ ഗന്ധർവ ബേക്കറി? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും ചോദിച്ചു, വഴി പറഞ്ഞുതരാൻ ഇവൾക്ക് അറിയില്ല. ഇനി പോകുമ്പോ എന്നെയും കൂടെ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പാറു? ഇനി പോകുമ്പോ എന്നെയും കൂടെ കൂട്ടില്ലേ? ഇതെനിക്കിഷ്ടായി. ഇനി ഗന്ധർവ ബേക്കറിയിൽ പോകുമ്പോ ഇതൊരു ബോക്സ് എനിക്കും വാങ്ങിക്കൊണ്ടുവരണം.
അയച്ചെന്നല്ലേ, എന്നിട്ട് ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. രുചി നോക്കാൻ ഒരു കഷ്ണം തടി. നീ ഒരു കാര്യം ചെയ്, ഗന്ധർവനോടെ ഇനി അയച്ചു തരാൻ പറ.